എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൂർക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും കൂർക്ക നന്നാക്കി എടുക്കാൻ ഒരു മടിയല്ലേ? ചെറുതാണിച്ചാൽ കൂടുതൽ മടിയാവും. എന്നാൽ ഇത് എളുപ്പത്തിൽ നന്നാക്കുന്നതും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ചെറിയ കൂർക്കയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൽ മണലും മണ്ണൊക്കെ ഉണ്ടാവില്ലേ പുറത്തൊക്കെ, അത് നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. നമ്മൾ ട്രഡീഷണലായിട്ട് ചാക്കിലൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ കെട്ടി തല്ലിയിട്ട് തോലൊക്കെ കളഞ്ഞെടുക്കില്ലേ? എന്നാലും കുറച്ചൊക്കെ സമയം വേണം. വെള്ളത്തിലിട്ടിട്ടും ഇങ്ങനെ ഉരച്ചെടുത്ത് കളഞ്ഞിട്ടും ഒക്കെ തോല് കളയാറുണ്ട്. എന്നാൽ ഈ രീതിയിലൊന്ന് നോക്കൂ, വളരെ എളുപ്പമാണ് കേട്ടോ. അതിനായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴുകുന്നത് കുറേ സമയം കാണിക്കണേ. അതിലുള്ള മണലെല്ലാം പോകണം കേട്ടോ. അതുകൊണ്ടാണേ. നന്നായി ക്ലീൻ ആയിട്ടുണ്ട്, പുറത്തത്തെ മണലെല്ലാം പോയിട്ടുണ്ട്. ഞാനും മറ്റൊരു വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എളുപ്പമായിട്ട് തോന്നി, അതാണ് നിങ്ങളെ കാണിക്കണേ. ഇതൊക്കെ കഴുകി വെള്ളമെല്ലാം വാർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പഴയ കുക്കർ എടുത്താൽ മതി കേട്ടോ. കറിയൊന്നും ആവില്ല എന്നാലും. ഇനി അതിലേക്ക് കൂർക്കയുടെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഇപ്പം ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ഒരു വിസിറ്റ് വരുന്നവരെ വേവിച്ചെടുക്കാം. കൂടുതൽ വേവരുത്, അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇനി നമുക്കതിലുള്ള വെള്ളമെല്ലാം വാർന്ന് തണുത്ത് വരട്ടെ കേട്ടോ. തണുത്ത് വന്ന് എടുത്ത് നോക്കൂ, പെട്ടെന്ന് തന്നെ തോല് മേലേക്ക് പോകുന്നുണ്ട്. ഇത് ഇത്തിരി വേവ് കൂടിയേ, അതുകൊണ്ട് അതിൽ ഫ്ലഷൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത് കൂടുതൽ വേവണ്ട. തോല് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി വേവിക്കാമല്ലോ. കപ്പയൊക്കെ നമ്മളങ്ങനെ ചെയ്യാറില്ലേ? ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് വേവിക്കില്ലേ? അതേപോലെ ചെയ്താൽ മതി കേട്ടോ. വലുതാണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിരിക്കും. ചെറുതായതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. എന്നാലും കയ്യിലൊന്നും കറയൊന്നും ആവാതെ എളുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ. ഇനി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേണം കേട്ടോ. അതിൻ്റെ തോലും കൂടി പൊടിച്ചെടുക്കട്ടെ. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ബെല്ലൈക്കണും കൂടി അമർത്തണം. ഇനി നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള കൂർക്ക ഒന്ന് ഉടച്ചു കൊടുക്കാം. അതൊക്കെ അവരവരെ ഇഷ്ടം, കത്തി കൊണ്ട് കട്ട് ചെയ്യാം. ഉടക്കില്ല വെച്ചാൽ അതും വേണ്ട കേട്ടോ. ഇനി ഉള്ളിയും ഉണക്കമുളകും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. കല്ലിൽ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. മിക്സിയിലിട്ട് അടിച്ച് വെള്ളം പോലെ ഒന്നും ആക്കരുത് കേട്ടോ. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. കണ്ടില്ലേ? ഉള്ളിയും മുളകും ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ കറിവേപ്പിലയും കൂടുതൽ ചെറിയുള്ളി എടുത്താലും സ്വാദ് കൂടുതലാണ്. ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള കൂർക്കയില്ലേ, അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഉപ്പ് ചേർക്കാതെയല്ലേ നമ്മൾ കുക്ക് ചെയ്തത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ അരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ ചേർത്താൽ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു സ്വാദായിരിക്കും. ഞാനിപ്പോൾ അരി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും ഞാൻ പ്രത്യേകം പറയുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കൂ. നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയിലേക്ക് തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ പോയി പച്ചമണമൊക്കെ ഒന്ന് മാറണം, എന്നാൽ കരിയും പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു കളറിന് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടവർക്ക് ചെയ്യാം. വെളുത്ത നിറത്തിലാണെന്ന് വെച്ചാൽ അങ്ങനെ മതി കേട്ടോ. ഞാനിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചു. വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതേപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള കൂർക്ക അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.